നമസ്കാരം. മഹാഭാരത ദർശന വിമർശനം എന്ന് പറയുന്ന പരിപാടി 13 എപ്പിസോഡ് കഴിഞ്ഞു. 14ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ വിഷയം പറഞ്ഞു നിർത്തിയത് ദേവഗുരു ബൃഹസ്പതിയുടെയും അസുരഗുരു ശുക്രാചാര്യരുടെയും സന്താനങ്ങളായിട്ടുള്ള കജൻ്റെയും ദേവയാനിയുടെയും കഥയാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് അത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അതായത് ദേവന്മാരുടെ നിർദ്ദേശാനുസരണം കജൻ ശുക്രാചാര്യരുടെ അസുരഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെ ശിഷ്യനാകാൻ വേണ്ടി വരുന്നു. ദേവയാനിയോട് പ്രണയം നടിക്കുന്നു. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി അവിടെ കഴിയുന്ന സമയത്ത് അസുരന്മാർ അതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കി, പൊതുവെ ദേവന്മാരുടെ ശത്രുക്കളാണല്ലോ, അതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കി അസുരന്മാർ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം കജനെ വധിക്കുകയാണ്. അപ്പോൾ ആദ്യം വധിച്ചു, ചെന്നായ്ക്കൾക്ക് ഭക്ഷണമാക്കി കൊടുത്തു. മൃതസഞ്ജീവനി വിദ്യ പ്രയോഗിച്ച് ശുക്രാചാര്യർ തിരിച്ചു വിളിക്കുന്നു. ചെന്നായ്ക്കളുടെ വയറ് കീറി പുറത്തേക്ക് വരുന്നു. രണ്ടാം തവണ പുഴയിൽ അരച്ച് കലക്കി പുഴയിൽ ഒഴുക്കുന്നു. പുഴയിൽ നിന്നും വീണ്ടും സാധാരണ നിലയിലായി ശുക്രാചാര്യരുടെ മുൻപിൽ വരുന്നു. രണ്ടാം തവണയും മൃതസഞ്ജീവനി വിദ്യ ഉപയോഗിച്ചിട്ടാണ് കജനെ രക്ഷപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞതിന് ശേഷവും മൂന്നാം തവണയും ഇതുപോലുള്ള ഒരവസ്ഥാവിശേഷം വരികയാണ്. കജനെ വൈകുന്നേര സമയമായിട്ടും കാണുന്നില്ല. അപ്പം ഇത്രയും കാലത്തെ ഒരു ബന്ധത്തിനിടയ്ക്ക് ദേവയാനിക്ക് കജനോട് പ്രണയമുണ്ട്. അത് പിതാവിന് അറിയാം, അതല്ലെങ്കിൽ പിതാവ് അത് മനസ്സിലാക്കും. കാരണം ഗുരുക്കന്മാരാണല്ലോ, അവർക്ക് എന്തും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ശുക്രാചാര്യർക്കും അതറിയാം. അപ്പം അങ്ങനെ വൈകുന്നേരമായിട്ട് കജനെ കാണുന്നില്ല. ദേവയാനി വീണ്ടും ശുക്രാചാര്യരുടെ അടുക്കൽ വന്നിട്ട് പറയും, കജൻ ഇതുവരെയായിട്ട് കാണുന്നില്ല, കജൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, അങ്ങയുടെ ശിഷ്യന്മാർ ആരെങ്കിലും അദ്ദേഹത്തെ അപായപ്പെടുത്തിയിട്ടുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് കജനെ വിളിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ശുക്രാചാര്യർ ഒരല്പസമയം കൂടി വെയിറ്റ് ചെയ്യണം, നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കഴിഞ്ഞിട്ടും ഏകദേശം രാത്രിയായിട്ടും കാണാതായി കഴിഞ്ഞപ്പോൾ ശുക്രാചാര്യർ തൻ്റെ മൃതസഞ്ജീവനി വിദ്യ പ്രയോഗിക്കുകയാണ്. ആ മൃതസഞ്ജീവനി വിദ്യ, ആ ഒരു മന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം ധ്യാന നിമഗ്നനായി അദ്ദേഹം വിളിക്കുകയാണ്. കജ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആദ്യത്തെ വിളി വന്നു, മറുപടി ഒന്നുമില്ല. രണ്ടാമതും വിളിച്ചു, ഒരു മറുപടിയില്ല. മൂന്നാമത് വിളിക്കുന്ന വിളി പ്രകൃതി മുഴുവൻ മേഘങ്ങൾക്കിടയിലൂടെ ഈ ഇടിവെട്ടുന്നതും മിന്നറിയുന്നതിനേക്കാൾ പവർഫുള്ളായിട്ട് മേഘം ഗർജിക്കുന്ന തരത്തിൽ കജ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സന്ദർഭത്തിൽ ശുക്രാചാര്യരുടെ ആമാശയത്തിൽ നിന്നാണ് അതിന് മറുപടി വരുന്നത്. ഗുരുനാഥ, ഞാനിപ്പോൾ അങ്ങയുടെ ആമാശയത്തിലുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം. ഇത് കേട്ടിട്ട് ശുക്രാചാര്യർ ആകെ അത്ഭുതപരതന്ത്രനായി നിൽക്കുന്നു എന്നാണ്. ശുക്രാചാര്യർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നീ എൻ്റെ ആമാശയത്തിൽ പ്രവേശിച്ചത്? അപ്പോൾ കജൻ പറയുന്ന മറുപടി, എന്നത്തെയും പോലെ തന്നെ അങ്ങയുടെ ശിഷ്യഗണങ്ങൾ അസുരന്മാരെന്നെ തല്ലിയും വെട്ടിയും എന്നെ കഷണങ്ങളാക്കി നുറുക്കി അതിനെ വറുത്തു പൊടിച്ച് ഭസ്മമാക്കിയതിന് ശേഷം അങ്ങേക്ക് അങ്ങ് കഴിക്കുന്ന മദ്യത്തിൽ ഈ ഭസ്മം കലക്കി, അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ അങ്ങയുടെ ആമാശയത്തിൽ നിൽക്കുന്നത്. ഇത് ശുക്രാചാര്യർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മദ്യം കഴിച്ചതുകൊണ്ടാണ് ഒരു സാധു ശിഷ്യൻ ഇപ്പോൾ തൻ്റെ ആമാശയത്തിലുള്ളത്. രണ്ടാമത്, തൻ്റെ ആമാശയത്തിൽ നിന്നും ഇവനെ പുറത്തെടുക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആമാശയത്തിൽ നിന്നും പുറത്തേക്ക് എടുത്താൽ ശുക്രാചാര്യർ മരണപ്പെടും. ഇനി അതല്ലെങ്കിൽ ഗുരു എന്നുള്ള നിലക്ക് അദ്ദേഹം മാത്രം പ്രാപ്തമാക്കിയിട്ടുള്ള, അദ്ദേഹം മറ്റാർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മൃതസഞ്ജീവനി വിദ്യ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായി വരും. അതല്ലാതെ വേറെ മാർഗമില്ല. എങ്കിൽ കൂടിയും മകളോട് അഭിപ്രായം ചോദിക്കാം. ദേവയാനിയെ വിളിച്ചിട്ട് ചോദിക്കണം, കജനിപ്പോൾ എൻ്റെ ആമാശയത്തിലാണ്, അവർ ഭസ്മമാക്കി അത് മദ്യത്തിൽ കലക്കി, അതിപ്പോൾ എൻ്റെ ആമാശയത്തിൽ കിടക്കുകയാണ്. ഇപ്പോൾ നിൻ്റെ മുൻപിൽ രണ്ട് നിർദ്ദേശങ്ങളാണ്, രണ്ട് കാര്യങ്ങളാണ് നിൻ്റെ മുൻപിലുള്ളത്. ഒന്ന്, നിനക്ക് നിൻ്റെ പിതാവിനെ വേണോ
രണ്ടാമത്തേത് നിനക്ക് ഖജന വേണം. രണ്ടിൽ ഏതെങ്കിലും ഒന്നേ സാധ്യമാകും എന്ന് പറയുമ്പോൾ ദേവയാനി ഒട്ടും ശങ്കിക്കാതെ, ഒട്ടും ആലോചിക്കാതെയാണ് ദേവയാനി ആ മറുപടി പറയുന്നത്. എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും വേണം. എനിക്ക് പിതാവിനെയും വേണം, ഖജനയും വേണം. ഏതെങ്കിലും തരത്തിൽ നിങ്ങളിൽ ഒരാൾ എനിക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസരം വന്നാൽ പിന്നെ ദേവയാനി ജീവിച്ചിരിക്കില്ല. ഇത് പറയുന്നതോടുകൂടി മറ്റു മാർഗങ്ങളില്ലാതെ അസുരഗുരു ശുക്രാചാര്യർ തൻ്റെ ശിഷ്യനോട് പറയുക, ഞാൻ ഇത്രയും കാലം അമൂല്യമായി സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു നിധിയാണ് മൃതസഞ്ജീവനി വിദ്യ. അത് ഞാനിപ്പോൾ ഈ നിമിഷം ഞാൻ നിനക്ക് പഠിപ്പിക്കുകയാണ്. നിനക്കത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വിദ്യ ഉപയോഗിച്ച് നിന്നോട് പുറത്തു വരാൻ കൽപ്പിക്കുമ്പോൾ ആ നിമിഷം നീ എൻ്റെ ആമാശയം പിളർന്നുകൊണ്ട് നീ പുറത്തേക്ക് വരും. ആ നിമിഷം ഞാൻ മൃത്യുവരിക്കുകയും ചെയ്യും. നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിച്ച ഈ മൃതസഞ്ജീവനി വിദ്യ ഉപയോഗിച്ച് നീ എന്നെ പുനർജനിപ്പിക്കണം. ഈ നിർദ്ദേശം കൊടുക്കുക. സ്വാഭാവികമായും ശിഷ്യനും അത് അംഗീകരിക്കുന്നു. അസുരഗുരു ശുക്രാചാര്യർ ആ വിദ്യ പ്രയോഗിച്ചുകൊണ്ട് ഖജനെ വെളിയിലേക്ക് വരിക. ഖജൻ വെളിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ശുക്രാചാര്യർ മൃത്യുവരിച്ചിരിക്കുന്നു. അങ്ങനെ ഖജൻ എന്താ ചെയ്യുക? ഖജനയ്ക്ക് കിട്ടിയിട്ടുള്ള മൃതസഞ്ജീവനി വിദ്യ ഖജൻ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ശുക്രാചാര്യനെ പുനർജനിപ്പിക്കും. സ്വാഭാവികമായും ദേവയാനിക്ക് വളരെയധികം സന്തോഷമായി. അതിനേക്കാളേറെ സന്തോഷം ശുക്രാചാര്യർക്കും. കാരണം തൻ്റെ ശിഷ്യൻ ഒരു തരത്തിലുമുള്ള യാതൊരു സങ്കോചവുമില്ലാതെയാണ് ഈ വിദ്യ പ്രയോഗിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചതി തൻ്റെ ശിഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവന് വേണമെങ്കിൽ ഈ വിദ്യ പ്രയോഗിക്കാതിരിക്കാം, ശുക്രാചാര്യരെ തന്നെ ഇല്ലാതാക്കാം. കാരണം ദേവഗണങ്ങൾ ഈ മിക്കവാറും സമയങ്ങളിൽ അസുരഗണങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിന് പോലും നിൽക്കാതെ തൻ്റെ ശിഷ്യൻ തൻ്റെ ഗുരുവിനെ പുനർജീവിപ്പിക്കുകയാണ്. അപ്പം അതിൽ അദ്ദേഹത്തിനും വളരെ സന്തോഷമായി. ഇത് കഴിഞ്ഞതിന് ശേഷം ഖജൻ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കിയ സമയത്ത്, അല്ലെങ്കിൽ അത് ശുക്രാചാര്യർ അദ്ദേഹത്തോട് പറയുന്ന സമയത്ത്, ഖജൻ സ്വർഗലോകത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ആ സമയത്ത് ദേവയാനിയുടെ അടുക്കൽ വന്നിട്ട് പറയണം, എൻ്റെ ഇവിടുത്തെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിരിക്കുകയാണ്, എനിക്ക് സ്വർഗലോകത്തേക്ക് മടങ്ങിപ്പോകണം എന്ന് പറയുക. ഇവിടെ നമുക്കറിയാം, പ്രണയാതുരയായിട്ടുള്ള ഒരു പെൺകിടാവ് ഏത് തരത്തിലായിരിക്കും ഇതിനെ സമീപിക്കുക? ദേവയാനി ഖജനോട് പറയുന്നുണ്ട്, എനിക്ക് അങ്ങയോട് പ്രണയമാണ്, ഞാൻ അങ്ങയെ മനസ്സാ വരിച്ചു കഴിഞ്ഞു, എന്നെ അങ്ങ് വരിക്കേണ്ടത് അനിവാര്യമാണ്, അങ്ങനെ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ ഖജൻ പറയുന്ന മറുപടി, എനിക്കതിന് സാധ്യമല്ല. കാരണം ഒന്ന്, നീ എൻ്റെ ഗുരുവിൻ്റെ പുത്രിയാണ്. രണ്ട്, എനിക്കിപ്പോൾ ശുക്രാചാര്യർ എന്ന് പറയുന്ന ഗുരുനാഥൻ മാത്രമല്ല, അദ്ദേഹം എനിക്ക് മാതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആമാശയത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ജന്മമെടുത്തിട്ടുള്ളത്. ആ ഒരു ഗണത്തിൽ വെച്ച് നോക്കുമ്പോൾ നീ ഇപ്പോൾ എനിക്ക് സഹോദരിയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ വരിക്കാൻ കഴിയില്ല. സഹോദരന്മാർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല. ഇത് പറയുമ്പോൾ ദേവയാനി അതിന് ന്യായീകരണം പറയുന്നുണ്ട്. ഞാൻ മാതാവിൽ നിന്നുമാണ് ജന്മമെടുത്തിട്ടുള്ളത്, അങ്ങ് ജന്മമെടുത്തതല്ല. പ്രത്യേക സാഹചര്യത്താൽ അദ്ദേഹത്തിൻ്റെ ആമാശയത്തിലേക്ക് ഒരു ഭക്ഷണമെന്നോണം അല്ലെങ്കിൽ ഒരു പാനീയമെന്നോണം പ്രവേശിച്ച അങ്ങ് അതിൽ നിന്നും പുറത്തു വന്നു. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് താങ്കൾക്ക് മാതാവാകുക? അതിന് ഖജൻ പറയുന്ന മറുപടി, എൻ്റെ ഗുരുനാഥനെ എനിക്കിപ്പോൾ മാതാവായി കാണാനേ നിവൃത്തിയുള്ളൂ, നിന്നെ സഹോദരിയായി കാണാനേ നിവൃത്തിയുള്ളൂ, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല. ഇത് ഖജൻ പറയുന്നതിൻ്റെ പിന്നിൽ കാരണം ഖജൻ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടും, ആ ഒരു ഭയം ഖജനുണ്ട്. അതിനോടൊപ്പം ഖജൻ്റെ പിതാവ് ഒരു പക്ഷേ ഇത് അംഗീകരിച്ചെന്ന് വരില്ല. കൂടാതെ ഈ ഒരു ആവശ്യം ദേവയാനിയോട് പറയുമ്പോൾ ദേവയാനി മനസ്സിലാക്കുകയാണ്, ഖജൻ എന്തായാലും തന്നെ വിവാഹം കഴിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ദേവയാനി ഖജൻ ഒരു ശാപം കൊടുക്കുക, ഞാൻ അങ്ങയെ ശപിക്കുകയാണ്, ഇവിടെ അങ്ങ് വന്നിട്ടുള്ളതും ഈ വിദ്യ അഭ്യസിച്ചിട്ടുള്ളതും വ്യക്തമായ ഏതോ ചില ഉദ്ദേശത്തോടു കൂടിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങയെ ശപിക്കുകയാണ്. അങ്ങ് നേടിയിട്ടുള്ള വിജ്ഞാനം, ആ ജ്ഞാനം മുഴുവൻ അങ്ങേക്ക് ഉപയോഗപ്രദമല്ലാതായി മാറട്ടെ എന്ന് പറഞ്ഞ് ശാപം കൊടുക്കുക. ശാപം കൊടുക്കുന്ന സമയത്ത്
പോകാനൊരുങ്ങിയ കജൻ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു എന്നാണ്, നിന്റെ ശാപം എനിക്ക് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടാക്കില്ല. കാരണം ഞാൻ നിന്നോട് അനീതിയൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതും ഒക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അടുത്തത്, എനിക്ക് വിദ്യ അഭ്യസിപ്പിച്ചത് നീയല്ല, എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹമാണ് ഇത് പറയുന്നതെങ്കിൽ ഈ ശാപം എനിക്ക് കിട്ടും, സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെയും നിന്നെ വരിക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. അത് പറയാത്തിടത്തോളം കാലം എനിക്കതൊരു ആജ്ഞയല്ല. നിന്റെ ശാപം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പകരം ഞാൻ നിന്നെ ശപിക്കുകയാണ്. നോക്കണം, രണ്ട് പ്രണയിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു വളരെ വലിയൊരു ഒരു പ്രശ്നമാണ് ഇവിടെ സംഭവിക്കുന്നത്. പകരം കജനൊരു ശാപം കൊടുക്കുക. ഒരു ബ്രാഹ്മണ വംശത്തിൽപ്പെട്ട ഒരാൾ പോലും നിന്നെ വരിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശാപം കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം കജൻ സ്വർഗലോകത്തേക്ക് പോകുന്നു. സ്വർഗലോകത്ത് കജന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. കാരണം മൃഗസഞ്ജീവനി വിദ്യ പ്രാപ്തമാക്കിയിട്ട് വന്നതാണ്. കജന് വലിയ സ്വീകാര്യത കിട്ടുന്നു. കജൻ കുറെ കാലം ജീവിച്ചു എന്നാണ്. കാരണം ഈ ശാപം ഒരു തരത്തിലും കജന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എന്ന് ചുരുക്കം. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത കഥയിലേക്ക് വരുന്നത് അടുത്ത കഥയല്ല, ഇതിൻ്റെ തന്നെ കണ്ടിന്യൂറ്റിയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായും കജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മറന്നു. ഈ ദേവയാനിയുടെ സഖിമാരിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സഖിയാണ് ശർമ്മിഷ്ഠ എന്നാണ് ആ സഖിയുടെ പേര്. രാജകുമാരിയാണ്. അസുരരാജാവിൻ്റെ വൃഷപർവാവെന്ന് പറയുന്ന അസുരരാജാവിൻ്റെ പുത്രിയാണ്. അപ്പോൾ ഈ വൃഷപർവാവിൻ്റെ പുത്രിയായ ശർമ്മിഷ്ഠയും ദേവയാനിയും വലിയ വലിയ സുഹൃത്ത് ബന്ധങ്ങൾ ഇവർക്കിടയിലുണ്ട്. ഇവർക്കിടയിൽ ഈ സുഹൃത്ത് ബന്ധങ്ങൾ ഇവർ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഇവർക്കിടയിലുള്ള മറ്റൊരു പ്രശ്നം, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവർക്കിടയിലുണ്ട്. ഒന്ന്, ബ്രാഹ്മണ മേധാവിത്വത്തിൽ നിൽക്കുക. ആടാലു ശുക്രാചാര്യരുടെ മകള് ബ്രാഹ്മണ വംശത്തിൽപ്പെട്ടതാണ്, മറ്റത് അസുര വംശത്തിലും പെട്ടതാണ്. എങ്കിലും ഇവർ സുഹൃത്തുക്കളാണെങ്കിൽ കൂടിയും ഇവരുടെ മനസ്സിൽ ഈ ഒരു വംശീയമായിട്ടുള്ള ചിന്താഗതി ഇവരുടെ മനസ്സിലുണ്ട്. അത് കഥ പറഞ്ഞു വരുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കുളിക്കാൻ വേണ്ടി പോവാണ്. കുളിക്കാൻ വേണ്ടി ഒരു ചോലയുടെ അടുത്ത് വന്ന് ഒരു പുഴയുടെ അടുത്ത് വന്ന് രണ്ടുപേരും വസ്ത്രം അഴിച്ചു വെച്ച് രണ്ടുപേരും കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഒരു കൊടുങ്കാറ്റ് വീശുന്ന സമയത്ത് ഇവരുടെ വസ്ത്രങ്ങൾ പറന്നു പോകുന്നു മനസ്സിലാക്കി ഇവർ രണ്ടുപേരും വളരെ വേഗത്തിൽ തന്നെ ഓടി വന്ന് രണ്ടുപേരും വസ്ത്രമെടുക്കും. കൊടുങ്കാറ്റിൻ്റെ പൊടി പടലങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇവർ രണ്ടുപേരും വസ്ത്രമെടുത്ത് ശർമ്മിഷ്ഠ വസ്ത്രം ധരിച്ചു കഴിഞ്ഞ് ആ കൊടുങ്കാറ്റ് ശമിക്കുകയാണ്. ആ സെക്കൻഡിൽ തന്നെ കൊടുങ്കാറ്റ് ശമിക്കുന്ന മൂമെൻറ്റിൽ ദേവയാനി നോക്കുമ്പോൾ കാണുന്നത് ദേവയാനിയുടെ വസ്ത്രം ശർമ്മിഷ്ഠയാണ് ധരിച്ചിരിക്കുന്നത്. ശർമ്മിഷ്ഠയുടെ വസ്ത്രം ദേവയാനിയുടെ പക്കലാണ്. ദേവയാനി അത് ധരിച്ചിട്ടില്ല. ശർമ്മിഷ്ഠയോട് ദേവയാനി ചോദിക്കുന്നു, നീ എന്ത് അതിക്രമമാണ് കാണിച്ചത്? അതെൻ്റെ വസ്ത്രമാണ്. ശർമ്മിഷ്ഠ പറയുന്നുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ ആരുടെ വസ്ത്രമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനത് ധരിച്ചതാണ്. നീ എൻ്റെ വസ്ത്രം ധരിക്കരുതായിരുന്നു. ഞാൻ ആരാണ്, നീ ആരാണ്? ഞാൻ ഒരു ബ്രാഹ്മണ വംശത്തിൽപ്പെട്ടതാണ്, നീ ആസുരിയാണ്. അതുകൊണ്ട് നീ എൻ്റെ വസ്ത്രം ധരിച്ചത് തീർത്തും ശരിയായ രീതിയിലല്ല. ഇവിടെ രണ്ടുപേരും തമ്മിൽ വലിയൊരു വാക്ക് തർക്കം തന്നെ നടക്കുക. വാക്ക് തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തും. ഇവർ രണ്ടുപേരും ഈ വാക്ക് തർക്കത്തിൽ തന്നെ ശർമ്മിഷ്ഠ അതിന് മറുപടി പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴും ഈ വംശീയമായ ചിന്താഗതി ഇപ്പോഴും നിലനിൽക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ അസുരരാജാവായിട്ടുള്ള വൃഷപർവാവിൻ്റെ മകളാണ്. എൻ്റെയും എൻ്റെ പിതാവിൻ്റെയും ഈ ചെലവിലാണ് നിങ്ങളിപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾ സേവകരാണ്. നിങ്ങളെപ്പോഴും എന്നെയും എൻ്റെ പിതാവിൻ്റെയും എൻ്റെ രാജ്യത്തെയും നിങ്ങളെപ്പോഴും പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കേണ്ടവരാണ്. അപ്പം അതുകൊണ്ട് അത്തരമൊരു രീതിയിൽ എന്നോട് സംസാരിക്കരുതെന്നാണ് ശർമ്മിഷ്ഠയുടെ മറുപടി യഥാർത്ഥത്തിൽ ദേവയാനിയെ വല്ലാതെ കോപിഷ്ഠയാക്കി. കാരണം ദേവയാനി ശുക്രാചാര്യരുടെ മകളാണ്, ദേവലോകം മുഴുവനും അറിയപ്പെടുന്ന അയാളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ
പറ്റി ശർമ്മിഷ്ഠയുടെ ഒരു പ്രസ്താവന ഈ രീതിയിലായിരുന്നു. ഈ രാജാവിനെ എപ്പോഴും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, അവരുടെ ചെലവിലാണ് ജീവിക്കണമെന്നാണ് പറഞ്ഞത്. കാരണക്കാരി യഥാർത്ഥത്തിൽ ദേവയാനി തന്നെയാണ്. കാരണം ദേവയാനിയുടെ സംസാരത്തിൽ നിന്നാണ് ശർമ്മിഷ്ഠ ഈ ഒരു മറുപടി പറയുന്നത്. നമുക്ക് ഈ കഥയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, തികച്ചും ഈ കഥ കേൾക്കുന്ന ഒരാൾക്ക് ശർമ്മിഷ്ഠയോടായിരിക്കും ആളുകൾ ഭാഗം ചേരുക. കാരണം ശർമ്മിഷ്ഠയുടെ ഭാഗത്ത് കുറെ ന്യായമുണ്ട് എന്നുള്ളത് കൊണ്ട്. ഇത് ദേവയാനിക്ക് വലിയ പ്രശ്നമായി. രണ്ടുപേരും കയ്യാങ്കളിയായി, രണ്ടുപേരും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിമലിയായി, രണ്ടുപേരും മറിഞ്ഞ് ദേവയാനി ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴും. ദേവയാനി പൊട്ടക്കിണറ്റിലേക്ക്, വലിയ ആഴമുള്ള കിണറൊന്നുമല്ല, പൊട്ടക്കിണറ്റിലേക്ക് വീഴുമ്പോൾ ശർമ്മിഷ്ഠ ഇത് കണ്ടിട്ട് ശർമ്മിഷ്ഠ അവിടെ നിന്നും മിണ്ടാതെ ശർമ്മിഷ്ഠ തൻ്റെ കൊട്ടാരത്തിലേക്ക് പോകും. കാരണം അത് അത്ര വലിയ കിണറൊന്നുമല്ല, തനിയെ കയറി വരാൻ കഴിയുന്നതാണ്. പക്ഷെ ദേവയാനി അതിൽ നിന്നും കയറി വരാൻ തയ്യാറല്ല. ദേവയാനി കിണറ്റിൽ കിടന്നുകൊണ്ട് തന്നെ ദേവയാനി ആലോചിക്കുക, ദേവലോകവും ഭൂമിലോകവും പ്രപഞ്ചം മുഴുവൻ, വിശ്വം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗുരുവിൻ്റെ മകളായ എൻ്റെ അവസ്ഥയൊന്ന് നോക്കണം. ഇപ്പം ഞാൻ പൊട്ടക്കിണറ്റിൽ കിടക്കുന്നു, ഇത് എന്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞ് ഒരു മാനസികമായ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഏരിയയിലേക്ക് വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഒരാൾ വരികയാണ്. സോമവംശജനായിട്ടുള്ള യയാതി, അസ്തിനപുരത്തിൻ്റെ രാജാവാണ്. നമ്മൾ അസ്തിനപുരത്തിലേക്ക് വരികയാണ്. നമ്മൾ വരാൻ ഇനിയുണ്ട്, പക്ഷെ എങ്കിൽ കൂടിയും ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ആരംഭം എവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. കുടുംബകലഹത്തിൻ്റെ കഥയാണ് എന്ന് പറയുന്നതിന് അതിൻ്റെ കാരണം, അതിൻ്റെ മൂല കാരണം എവിടെ കിടക്കുന്നു, എവിടെ മുതൽ നമ്മൾ പറയേണ്ടി വരും എന്നുകൂടി നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാം. യയാതി വെള്ളം അന്വേഷിച്ച് വരുന്ന സമയത്ത് യയാതി കാണുകയാണ് ഈ പൊട്ടക്കിണറ്റിൽ ദേവയാനി കിടക്കുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, യയാതി നോക്കുമ്പോൾ സുന്ദരിയായ ഒരു പെൺകിടാവാണ്. അല്ലയോ സുന്ദരിയായ പെണ്ണെ, നിനക്ക് എന്താണ് സംഭവിച്ചത്? നീ എന്താണ് ഇവിടെ കിടക്കുന്നത്? നിന്നെ ഞാൻ ഇവിടെ നിന്നും മുകളിലേക്ക് ഞാൻ ഉയർത്തട്ടെ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. നോക്കിയിട്ട് പറയും, താങ്കളൊരു കുലീനനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ കരം ഗ്രഹിക്കാൻ ഞാൻ അങ്ങയെ അനുവദിച്ചിരിക്കുന്നു, അങ്ങേക്ക് അതിനുള്ള അനുവാദം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കരം ഗ്രഹിക്കാൻ വേണ്ടി കൈ നീട്ടിക്കൊടുക്കുകയാണ് യയാതി. ദേവയാനിയെ അവിടെ നിന്നും മുകളിലേക്ക് വലിച്ച് കയറ്റി അവിടെ നിർത്തി കഴിഞ്ഞ ശേഷം യയാതി തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് യയാതി പോവും. യയാതി പിന്നെ അതിൻ്റെ പിന്നാലെ നിൽക്കാനില്ല. അത് കഴിഞ്ഞതിന് ശേഷം ദേവയാനിയാണ് തന്നെ അവിടെ നിന്ന് അനങ്ങാൻ തയ്യാറല്ല. ദേവയാനിയെ അന്വേഷിച്ച് സഖിമാർ വരുന്ന സമയത്ത് ദേവയാനി പൊട്ടക്കിണറ്റിൻ്റെ അരികിൽ നിൽക്കുക. ദേവയാനിയോട് പറയും, വേഗം വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ദേവയാനി പറയും, ഞാൻ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ പിതാവിനോട് വരാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ സഖിമാർ ചെന്നിട്ട് ശുക്രാചാര്യർ വിവരിക്കും. ശുക്രാചാര്യർ വരിക, എന്നിട്ട് ചോദിക്കും എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ പ്രശ്നങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് ശുക്രാചാര്യർ പറയുന്നുണ്ട്, നിങ്ങൾ സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നം ഇത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ? അതങ്ങോട്ട് വിട്ടുകളയുക, അത് ഒരു വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ദേവയാനിക്കിത് സ്വീകാര്യമല്ല. ദേവയാനി പറയുന്നത്, എനിക്കിത് സ്വീകരിക്കാൻ കഴിയില്ല പിതാവേ, കാരണം എന്നെ അധിക്ഷേപിക്കുന്നതല്ല പ്രശ്നം, അങ്ങയുടെയും അങ്ങയുടെ പദവിയെയും അധിക്ഷേപിച്ചിരിക്കുന്നു. ഒരു ഗുരു എന്ന നിലക്ക് അങ്ങും ഞാനും രാജാവ് തരുന്നത് ഭക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്, രാജാവിന് വേണ്ടി ഞങ്ങൾ സേവ ചെയ്യേണ്ടവരാണ് എന്നുള്ള രീതിയിലാണ് അവൾ എന്നോട് സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും വരണമെങ്കിൽ ശർമ്മിഷ്ഠ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം എൻ്റെ ദാസിയായി കഴിയേണ്ടതുണ്ട്. അതിന് മാത്രമാണെങ്കിൽ, അത്തരമൊരു തീരുമാനത്തിലാണെങ്കിൽ മാത്രമേ ദേവയാനിയെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചലിപ്പിക്കാൻ കഴിയൂ. സ്വന്തം പിതാവിനോട് പറയുക. ശുക്രാചാര്യർ ആകെ പ്രയാസപ്പെടും. ശുക്രാചാര്യൻ നേരെ പോണത് നമ്മുടെ അസുര രാജാവായിട്ടുള്ള വൃഷപർവാവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. വൃഷപർവാവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ ശുക്രാചാര്യർ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വൃഷപർവാവിനോട് പറയുന്നത്, താങ്കൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്നോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന മര്യാദകൾ. ഒന്ന്, എൻ്റെ ശിഷ്യനായിട്ടുള്ള കജനെ വധിക്കാൻ താങ്കൾ തീരുമാനമെടുത്തു. പല ആവർത്തി താങ്കൾ അത് പ്രവർത്തിക്കുകയും ചെയ്തു. താങ്കളുടെ ഭാഗത്ത് സംഭവിച്ച തെറ്റാണ്. ഇപ്പോൾ എൻ്റെ മകളെ
അധിക്ഷേപിക്കുകയും കാര്യകാരണ ബന്ധമില്ലാതെ അധിക്ഷേപിക്കുകയും എൻ്റെ മകളെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുകയും ചെയ്തിരിക്കുന്നു അങ്ങയുടെ മകൾ. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ശുക്രാചാര്യർ ഈ നാട്ടിൽ നിൽക്കില്ല. ഇനി ഞാൻ ഈ നാട്ടിൽ നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോരാൻ വേണ്ടി പോകുമ്പോൾ രാജാവ് അതിനനുവദിക്കാതെ നിർത്തുക. അപ്പോൾ ഇന്നത്തെ ഈ സംഭവം 20 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആ ഒരു സസ്പെൻസിൽ തന്നെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ലക്കത്തിൽ നമുക്ക് പറയാം, അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. ഓക്കെ.